ആദ്യം കാരശ്ശേരി മാഷിലേക്ക്. പക്ഷേ അംബേദ്കർ പറയുന്നുണ്ട്, നമ്മളുടെ ഭരണഘടന എത്ര മികച്ചതാണെങ്കിലും അത് നടത്താൻ വരുന്നവർ മോശമാണെങ്കിൽ ആ ഭരണഘടനയും മോശമായി തീരുമെന്ന്. ഇന്ന് രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. അമൃത് കാൽ മഹോത്സവത്തെക്കുറിച്ചാണ്, ആസാദി കാ അമൃതോത്സവത്തെക്കുറിച്ചാണ് പ്രസിഡന്റും ഗവർണറും ആവർത്തിക്കുന്നത്. ഒരു അമൃതകാലത്തേക്കാണോ റിപ്പബ്ലിക്ക് നാളെ മുതൽ പുലരുന്നത്? അരുൺ, സത്യമായിട്ടും ഇതൊക്കെ കേൾക്കാനും ഇങ്ങനെ സംസാരിക്കാനും എനിക്ക് വളരെ വളരെ പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. എന്നുവെച്ചാൽ റിപ്പബ്ലിക് എന്നുള്ളത് വളരെ പഴയൊരു വാക്കാണ്. നിങ്ങൾക്കറിയുന്ന പോലെ അതൊരു ലത്തീൻ വാക്കാണ്. അത് റേ റിപ്പബ്ലിക്ക എന്നാണ് ഒറിജിനലായിട്ട് ആ പദം. അതിൽ നിന്നാണ് റിപ്പബ്ലിക് എന്നുള്ള വാക്കുണ്ടായത്. പൊതുകാര്യം, എ പബ്ലിക് തിങ് എന്നാണ് ഇതിനർത്ഥം. ഇതൊരു പൊതുകാര്യമാണ് എന്ന അർത്ഥത്തിൽ റിപ്പബ്ലിക് എന്ന വാക്ക് വളരെ പണ്ടേ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ റോമൻ എംപയർ തുടങ്ങുന്നത് BC 44-ലാണ്. ജൂലിയസ് സീസറെ കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രൻ അഗസ്റ്റസ് സീസർ എംപയർ ആകുന്നതോടുകൂടി. അതിനു മുമ്പേ അവിടെ BC 509 തന്നെ അവർ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്, റോമൻ റിപ്പബ്ലിക് എന്നാണ് അവർ പറയുക. അപ്പോൾ പല അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്, പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്, പാർലമെൻ്ററി റിപ്പബ്ലിക്, ഫെഡറൽ റിപ്പബ്ലിക്, തിയോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊക്കെ പറയും. നമ്മുടേത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കാണ്. നമ്മുടെ ജനങ്ങൾക്ക് അധികാരം കിട്ടിയത് എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. അതിൻ്റെ 75ാം ആഘോഷമാണ് നമ്മളിപ്പോൾ കൊണ്ടാടുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം എന്ന അർത്ഥത്തിലാണ് ഇന്ന് ആധുനിക കാലത്ത് റിപ്പബ്ലിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അത് വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ, അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ. അപ്പോൾ മതാധിപത്യം വന്നു കഴിഞ്ഞാൽ, മതരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയേണ്ടത് റിപ്പബ്ലിക് എന്നോ ഡെമോക്രസി എന്നോ അല്ല. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. പക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം, നിയമനിർമ്മാണത്തിൻ്റെ മാനദണ്ഡം, നിയമവ്യാഖ്യാനത്തിൻ്റെ മാനദണ്ഡം ഒക്കെ ദൈവത്തിൻ്റെ രാഷ്ട്രീയമാണത്. തിയോക്രസി എന്ന് പറഞ്ഞതാണ് ദൈവാധിപത്യം. ദൈവത്തിൻ്റെ പേരിലാണ്, പുരോഹിതനാണ് ഭരിക്കുക. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ശരിക്കും ഭരിക്കുന്നത് പുരോഹിതനാണ്, അല്ല ജനപ്രതിനിധികളല്ല. ജനപ്രതിനിധികൾ അതിന് വിധേയരാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇറാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിൻ്റെ മുകളിൽ പാർലമെൻറ്റിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കാനും നിരാകരിക്കാനും അധികാരമുള്ള ഒരു കൂടിയാലോചനാ സഭ ഷൂറ ഉണ്ട്. അപ്പോൾ അവർക്കാണ് പരമാധികാരം. കാരണം അതിൻ്റെ മുകളിൽ ആയത്തുള്ളയുണ്ട്. അദ്ദേഹം ദൈവമായിട്ട് നേരിട്ട് 24 മണിക്കൂറും ആശയവിനിമയം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ല. ഇപ്പം തെറ്റാവരം എന്നൊരു സങ്കല്പം ക്രിസ്ത്യാനികൾക്കുണ്ട്, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുകയില്ല. അപ്പോൾ ഇതാണ് ഈ മതങ്ങളുടെ സ്ഥിതി. അപ്പോൾ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ കാണുന്നത് റിപ്പബ്ലിക് എന്നൊക്കെ പറയും. ഇപ്പോൾ തുർക്കി റിപ്പബ്ലിക് ആണല്ലോ. തുർക്കിയിൽ ഇപ്പോൾ ഭരിക്കുന്ന ഉർദുഗാൻ ഒരു മതമൗലികവാദിയാണ് എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം സുന്നി മുസ്ലിങ്ങളുടെ ഒരു ആഗോള സമൂഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഖലീഫ ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ പോളണ്ടിനെ ക്രിസ്തുവിന് സമർപ്പിച്ചു. ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഇതിനെ രാജാവാക്കാം എന്ന് പറയുമോ, വേണ്ട, ഞാൻ സ്വർഗരാജ്യത്തെ രാജാവാണെന്ന് പറഞ്ഞ് ഒഴിവായി പോയ ആളാണ് ക്രിസ്തു. പോളണ്ട് ഇപ്പോൾ ക്രിസ്തുവിന് സമർപ്പിച്ചു. കണ്ടോ? അതായത് ദൈവത്തിൻ്റെ രാഷ്ട്രീയം, ദൈവാധിപത്യം, തിയോക്രസി വരികയാണ്. അപ്പം നമ്മുടെ റിപ്പബ്ലിക് തിയോക്രാറ്റിക് റിപ്പബ്ലിക് ആവുകയാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്നതിന് അർത്ഥമല്ല, ഒരർത്ഥമില്ല. തിയോക്രസി എന്ന് പറഞ്ഞാൽ, റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പിന്നെ യാതൊരു അധികാരമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജനങ്ങളുടെ ഇച്ഛ, ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം, അവരുടെ താല്പര്യം തുടങ്ങിയതിൻ്റെ മേലെയാണ് മതനിയമങ്ങൾ. അതാണ് മതനിയമങ്ങൾ. രാഷ്ട്ര നിയമങ്ങളാവുന്ന ഒന്നിനെയാണ് മതരാഷ്ട്രം എന്ന് പറയാം. ഇപ്പോൾ ഇറാനിൽ തലമുടി 2-3 എണ്ണം പുറത്ത് കണ്ടതിന് കഴിഞ്ഞ കൊല്ലം മഹിസ അമിനി എന്നൊരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് പുറത്തു വന്നത് ആ പെൺകുട്ടിയുടെ 22-കാരിയുടെ മൃതദേഹമാണ്. അതിനെതിരായിട്ട് സമരത്തിൽ ഇപ്പോൾ 500ഓളം ആൾ മരിച്ചു കഴിഞ്ഞു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 20,000-ഓളം ആൾ അവിടെ ജയിലിലാണ്. അപ്പോൾ ഇറാനിൽ ശിരോവസ്ത്രം, ഹിജാബ് ധരിക്കാതിരിക്കാനും കർണാടകയിൽ ഹിജാബ് ധരിക്കാനും ഉള്ള അവകാശത്തെയാണ് എന്ത് പറയുക? ജനാധിപത്യം എന്ന് പറയുക. അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുക. അപ്പോഴാണ് ജനങ്ങൾക്ക് അധികാരം ഉണ്ടാവുക.
ഇതിപ്പോൾ പുരോഹിതന്മാർ ഭരിക്കുക, അതാണ് ദൈവത്തിൻ്റെ പേരിൽ ദൈവമാണ് എന്ന് അവർ പറയും. കാരണം ശരി മാഷേ, ഏറ്റവും വലിയ അധികാര ആദ്യ സ്രോതസ്സ് പോയിന്റ് ദൈവമാണ് വളരെ എല്ലാ കാലത്തും. വ്യക്തമായി തന്നെ മാഷ് വിശദീകരിച്ചു കഴിഞ്ഞു. ഇറാനിൽ തലമുടി പുറത്ത് കണ്ടാൽ കൊലപാതകമെങ്കിൽ ഇവിടെ തലമുടി പുറത്ത് കാണാതിരുന്നാൽ കൊലപാതകം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രണ്ടും മതരാഷ്ട്രത്തിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ തന്നെ. തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആ കുട്ടിയാണ് എന്നത് മാത്രം നമ്മൾ മറന്നുപോകുന്നു.